ഫിറ്റിംഗ്സിന്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വർക്കെല്ലാം ചെയ്യുന്നതിന് മുമ്പുള്ളൊരു വ്യൂ ആണ് ഇത്. അപ്പൊ ഞങ്ങൾ ഇതാ നേരെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഷോപ്പിന്റെ പേര് വന്നിട്ട് ഫാൽക്കൺ കോർണർ ആക്സസറീസ് ആൻഡ് ട്രേഡിംഗ്സ് എന്നാണ്. ട്രിവാൻഡ്രം അമ്പലത്തറയിലെ മിൽമ ഡയറിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ലൊക്കേഷൻ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ? ഇപ്പൊ മോക്കോഡ X1 എന്ന് പറഞ്ഞ സീരീസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സീരീസ്. ഇതിന് മുമ്പ് X3 X5 ആയിരുന്നു. ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. മോക്കോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡ് ആണ്, ചൈനീസ് ബ്രാൻഡ് അല്ല, ഇന്ത്യൻ ബ്രാൻഡ്. പിന്നെ ഇത് സാംസങ്ങിന്റെ ഡാഷ് ക്യാം, ഇത് വരുന്നതും ജാപ്പനീസ് ബ്രാൻഡാണ് വരുന്നത്. പൈനീറിന്റെ ഒക്കെ സെയിം പ്രൊഡക്ഷൻ. പിന്നെ സ്പീക്കർ ഇത് റഷ്യന്റെ ബ്രാൻഡാണ്, പോറ എന്ന് പറഞ്ഞ റഷ്യൻ ബ്രാൻഡിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് സ്പീക്കറാണ് സ്റ്റോം വരുന്നത്. പിന്നെ വരുന്നത് മോക്കോഡ എന്ന ക്യാമറ വരുന്നുണ്ട്. അതിൽ ഇടാനായിട്ട് സ്പേസറുകൾ കാര്യങ്ങളും പിന്നെ റെയിൻബാർ സ്പേസർ എല്ലാം വരുന്നുണ്ട്. അക്സസറീസ് എല്ലാം എടുത്ത് റെഡിയായി. ഇനി നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങുവാണ്. ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോ രണ്ടാമത് കണക്ട് ചെയ്യുന്നത് ലാസ്റ്റ് ആണെങ്കിൽ എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ഡയറക്റ്റ് ഫ്യൂസിലേക്ക് എടുത്ത് കണക്ട് ചെയ്യാനുള്ള ഫ്യൂസ് അടക്കം വരുന്നത് ഏറ്റവും കുട്ടിയാണ്. പേരെന്താ? എന്റെ പേര് ഇത് മൊത്തം അഴിച്ചിട്ടുണ്ട്. സ്പീക്കർ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡാഷ് ക്യാമിന്റെയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ഡാഷ് ക്യാമിന്റെ വെച്ചോണ്ടിരിക്കുകയാണ്. സ്ഥലം കണ്ടുപിടിക്കുക എന്നൊരു ടാസ്ക് ആണെന്ന് തോന്നുന്നു. സെന്ററില് സെന്ററിൽ ഫാസ്റ്റാഗ് ഒട്ടിച്ചുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. ഇത് നോക്കാം എവിടെ വെക്കാൻ പറ്റും എന്നുള്ളത്. ബാക്കിൽ നിന്ന് വണ്ടി കൂടെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ക്യാമറയാണ്, ഇതാണ് റിവേഴ്സ് ക്യാമറ ആയിട്ട് വെക്കുന്നത്. ഇത് HD ക്യാമറയാണ്. ഇത് 1080 റെസൊല്യൂഷൻ വരുന്ന ക്യാമറയാണ് കേട്ടോ. HD ക്യാമറയാണ്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്തായാലും നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. സൗണ്ട് എഞ്ചിനീയർ അല്ലേ? സൗണ്ട് സൗണ്ടിന്റെ ആള് ഞാനാണ്. സൗണ്ട് ഞാനാണ് ചെയ്യണത്, സൗണ്ട് എഞ്ചിനീയർ ഒന്നുമല്ല. ഈ സ്റ്റോം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറയുടെ ഏറ്റവും ബേസ് സെഗ്മെന്റിൽ പറഞ്ഞാണ് സ്റ്റോം സീരീസ് എന്ന് പറയുന്നത്. ഇതിന്റെ തൊട്ട് മേളത്തെ വെർഷനാണ് ഫയർബോൾ എന്ന് പറഞ്ഞിട്ട് ആ സീരീസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 വാട്ട്സ് ആണ് അതിന്റെ RMS പവർ വരുന്നത്. അതിന്റെ കോയാക്സിൽ പറഞ്ഞു കഴിഞ്ഞാലും കോമ്പൗണ്ട് ആയിരുന്നല്ലോ. ഇപ്പൊ കോമ്പൗണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഉപയോഗിക്കും, കോയാക്സിൽ പുറകിൽ ഉപയോഗിക്കും. അപ്പൊ ഒരു എൻട്രി ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്തെ അത്യാവശ്യം ക്വാളിറ്റി, അതായത് ബേസിക് ക്വാളിറ്റി എല്ലാം ആ ഒരു സ്പീക്കറിൽ നമുക്ക് കിട്ടും. അതിന്റെ അടുത്ത് പറഞ്ഞതാണ് ഫയർബോൾ സീരീസ്. അത് കുറച്ചുകൂടെ വാട്ട്സ് കൂടെ RMS പവർ കൂടുതലാണ്. RMS പവർ എന്ന് പറയുന്ന നേരത്തെ അതിന് 80 വാട്ട്സും കോയാക്സിൽ വന്നിട്ട് 60 വാട്ട്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ ഹെഡ് യൂണിറ്റിൽ ഡയറക്റ്റ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. കുറച്ചും കൂടെ ക്ലാരിറ്റിയും ഒക്കെ കുറച്ചുകൂടെ ലൗഡായിട്ടുള്ള സൗണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അതാണ് അതിന്റെ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഇൻസ്റ്റലേഷനിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ മോക്കോഡ X7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഓഡിയോ ക്വാളിറ്റി എടുക്കാൻ പറ്റുന്ന രീതിക്ക് ഉള്ള ഒരു സെറ്റാണ്. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് സബ്വൂഫർ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ 4 സ്പീക്കർ, അതായത് ഫ്രണ്ടിലെ കോമ്പോണന്റും റിയറിലെ കോയാക്സിലും ആ ഒരു സെറ്റപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഒരു ബേസിക് സെറ്റപ്പാണ്. ബേസിക് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓഡിയോ അല്ല, ഒരു ക്ലാരിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോർമലി ഉള്ള രീതിക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി ക്ലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓഡിയോ നോർമൽ നിങ്ങളിപ്പോൾ ചെയ്യണ ഓഡിയോ തമ്മിൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മുടെ DSP സെറ്റപ്പിന്റെ ഒരു 20% നമുക്ക് ഈ ഒരു സ്റ്റീരിയോ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഇതിനകത്തൊരു സബ്വൂഫർ ആഡ് ചെയ്യണം. എല്ലാ ഡ്രൈവറും വേണം DSP വെക്കണം. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഈ കാർ ഓഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം അതിനകത്ത് പല കാരണങ്ങളുണ്ട്. അതിനിപ്പോൾ നമുക്ക് ഈ വന്നു കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് ഇങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ ഒരു സ്ഥാപനത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന ഒരാൾക്കാരുടെ അടുത്തോ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ് ഞാൻ പറയണത്. ഇതിനെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞു. അങ്ങനെ ചെല്ലാൻ നേരത്ത് ഓഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നിൽ ഒരു സബ്വൂഫർ ആഡ് ചെയ്യാൻ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ട്യൂട്ടർ ആഡ് ചെയ്യണത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആംപ്ലിഫയർ ആഡ് ചെയ്യണത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് നോർമലി ഉള്ള രീതിക്ക് ചെയ്തു വരുന്നത്. അപ്പം കസ്റ്റമർ വിചാരിക്കുന്ന പോലത്തെ ഒരു ക്വാളിറ്റി പലപ്പോഴും ആ ഒരു സെറ്റപ്പിന് കിട്ടാതെ പോകുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ആയിരിക്കില്ല ആ ഒരു ഡീലർ കൊടുക്കുന്നത്.
അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കാം, ഒരു ബ്രാൻഡിനോടുള്ള സ്നേഹമായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇത് സംഭവിക്കില്ല. ബഡ്ജറ്റിന്റെ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ ബഡ്ജറ്റിൽ കോംപ്രമൈസ് ചെയ്യുന്ന, ചിലപ്പോൾ നല്ല ബഡ്ജറ്റ് ചെയ്തിട്ടും ഈ ക്വാളിറ്റി കിട്ടാത്തതായിട്ട് വരുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് ചോയ്സ് ആണ്. അവര് സെലക്ട് ചെയ്ത പ്രോഡക്റ്റുകൾ ക്ലിയർ അല്ലാത്തതായതുകൊണ്ട്, അതായത് അവർക്ക് ആപ്റ്റ് അല്ലാത്തതായത് കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പം ഒരു ഓഡിയോ ക്വാളിറ്റി വേണം എന്ന് പറഞ്ഞു വരാൻ നേരത്ത് നമ്മൾ കസ്റ്റമറായിട്ട് സംസാരിക്കും, വളരെ നേരം സംസാരിച്ച് അവർക്ക് എന്താണ് അവരുടെ ടേസ്റ്റ്, കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എന്താണ്, എത്ര ലൗഡിലാണ് ആ സൗണ്ട് കേൾക്കുന്നത്, എന്ത് ടൈപ്പ് മ്യൂസിക് ആണ് ആസ്വദിക്കുന്നത്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു ഓഡിയോ ക്വാളിറ്റി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പൊ അതിനകത്ത് ബ്രാൻഡ് വൈസ് മിക്കവാറും കാണൂല. ചിലപ്പോൾ കസ്റ്റമർ പറയുന്ന ബ്രാൻഡ് ആയിരിക്കില്ല ഞങ്ങൾ കൊടുക്കുന്നത്, വേറെ ഒരു ബ്രാൻഡ് ആയിരിക്കും. അത് ഇപ്പം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് JBL, അല്ലാന്നുണ്ടെങ്കിൽ പയനിയർ, സോണി, അങ്ങനത്തെ ബ്രാൻഡുകൾ നോർമലി എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡുകളുണ്ട്. പക്ഷെ ആ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ കോമൺ ലിസണിങ് സ്പീക്കേഴ്സ് ആയിരിക്കും, അതൊരു സ്പെഷ്യൽ ലിസണിങ് സ്പീക്കർ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമർ വിചാരിക്കുന്ന പോലത്തെ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ കൂളിംഗ് ഫിലിമാണ് ഒട്ടിക്കാൻ പോകുന്നത്. ചേട്ടന്റെ പേരെന്താ? ഇപ്പൊ ചെയ്യുന്ന കൂളിംഗ് ഫിലിം ചെയ്യുന്നത് ഗാർവേറായിട്ടുള്ള പ്രൊഡക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് 70% വിസിബിലിറ്റി ആയിട്ടുള്ള ഫിലിമാണ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിനകത്ത് ലീഗൽ ഫിലിമായിട്ടാണ് ഇത് ചെയ്യുന്നത്. കമ്പനി വന്നിട്ട് ഇന്ത്യൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗാർവേവ് എന്നുള്ള പ്രൊഡക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3 year വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റി വേറെ റീപ്ലേസ്മെന്റ് ചെയ്തിട്ട് വേറെ ചെയ്യും. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് ഇവർ ഓഡിയോ ചെയ്തിരിക്കുന്ന ഒരു ഗ്രാൻഡ് മിറ്റാരക്കകത്താണ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഇവർ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ശരിക്കും പറയാലോ, നമ്മളൊരു തിയേറ്ററിൽ ഇരുന്ന് കേൾക്കുന്ന അതേ ഫീല് തന്നെയായിരുന്നു. ഓൾറെഡി ഈ വണ്ടി മൊത്തം ഡാമ്പിങ് ചെയ്തുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഓഡിയോയുടെ ക്ലാരിറ്റി ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഇവിടെ കേൾപ്പിക്കാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാൽക്കൺ കോർണറിൽ തന്നെ നേരിട്ട് ചെന്നാൽ മതി, അവരിത് കേൾപ്പിച്ചു തരും. എന്തായാലും ഒരു ഡിസ്റ്റർബൻസും തോന്നാതെ എത്ര ടൈം വേണമെങ്കിലും പാട്ട് കേട്ടിരിക്കാനുള്ള ഒരു ഫീല് നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇത് സ്പീക്കറിന്റെ വർക്ക് ഏറെക്കുറെ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റീരിയോന്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ ഡാഷ് ക്യാമിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 4 സ്പീക്കറുകളും റെഡി ആയിട്ടുണ്ട്. ഇനി ട്യൂട്ടറും കാര്യങ്ങളൊക്കെയാണ് വെക്കാനുള്ളത്. അടുത്തത് റിവേഴ്സ് ക്യാമറയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവർ സ്പീഡിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓണർ പേരെന്താണ്? എന്റെ പേര് അമീർ എന്നാണ്. ഫാൽക്കൺ കോർണറിൽ പൊതുവെ എന്നെ എല്ലാവർക്കും അറിയാം. കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല വ്യൂവേഴ്സിലുള്ള ഒരു പേജുള്ള ഒരാളാണ്. അപ്പൊ എന്റെ വർക്കുകളെല്ലാം ഇതുപോലെ കണ്ടിട്ടാണ് വരുന്നത് എല്ലാവരും. എത്ര കാലമായി നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട്? ഇപ്പൊ 17ാമത്തെ വർഷം, ഇനി പോകുന്നത് 18ാമത്തെ വർഷം. ഇപ്പൊ 18ാമത്തെ വർഷമാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇപ്പൊ നമ്മളെടുത്ത് വന്നപ്പോ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്തോ? നിങ്ങളിപ്പോ ഞങ്ങളുടെ വീഡിയോ കണ്ടു വന്നു, നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്തോ? എനിക്ക് പറയാനുള്ളത്, ഇവര് ജോലി ചെയ്യുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന, അത് ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഇവിടെ ഉള്ള ഓരോ സ്റ്റാഫും പക്ക ട്രെയിൻഡ് ആണ്. അല്ലാതെ അലസത കാണിക്കുക അങ്ങനത്തെ ഒരു ഫീല് തോന്നിയില്ല. ആ പയ്യൻ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് മോക്കോയുടെ X7 ആണ്. ഇതൊരു എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആണ്. നമ്മൾക്ക് ട്രിവാൻഡ്രത്ത് തന്നെ വേറെ അങ്ങനെ വലിയ ഷോപ്പുകളിലൊന്നും കിട്ടൂല. ഞങ്ങളുടെ മാത്രമേ ആ സാധനം ഉള്ളൂ. 2 വർഷം വാറന്റി വരുന്ന ഒരു എക്സ്ക്ലൂസീവ് സാധനമാണ് ആ സാധനം. 2 വർഷം വാറന്റി വരും. അടിപൊളി പ്രോഡക്റ്റ് ആണ്. അതിന്റെ തന്നെ മോക്കോയുടെ തന്നെ X5 ഉണ്ട്. അത് നോർമൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ വരുന്ന X7 എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ ഷോപ്പിൽ കിട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ മോക്കോയുടെ DVR ഉണ്ട്, വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും കാണാൻ പറ്റുന്ന ടൈപ്പിലുള്ള മോക്കോയുടെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള DVR ഉണ്ട്. ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മോക്കോയുടെ X7 ഓറയുടെ സ്പീക്കേഴ്സ് അല്ലേ? ഓറയുടെ സ്പീക്കേഴ്സ്. ഡാമ്പിങ് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഡാമ്പിങ് ചെയ്യണം. ഡാമ്പിങ്ങിന് വളരെ അധികം ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡാമ്പിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലത്തെ മെറ്റൽ റെസൊണൻസ്, ഇതാ ഈ കണ്ടോ, ഈ മെറ്റൽ റെസൊണൻസ് എല്ലാം ഒഴിവാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ്. നിങ്ങളുടെ കസ്റ്റമറിന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങളിപ്പോ ഈ കണ്ട ഈ ഒരു സംഭവം കണ്ടോ, ആ വണ്ടി തട്ടി നോക്കിയേ, ഉണ്ടോ? ഇല്ല, കാരണം ഇതിനകത്ത് ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. ഇതണ്ട, ഞാൻ ഇതേ പ്രഷറാണ് ഇവിടെയും കൊടുക്കുന്നത്. വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം. ഇതാ എത്ര വേണമെങ്കിലും കൂടുതൽ കൊടുക്കാം. കണ്ട കണ്ട
അതാണ് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം. ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് സാധാരണ അറിഞ്ഞുകൂടാത്തവരെന്ന് പറയും വെറുതെ ആണെന്ന്. ഡാമ്പിംഗ് പോലെ ഉപയോഗമുള്ള ഒരു സാധനം അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാം. അത്രയും നല്ല പെർഫോമൻസിനുള്ള നല്ല പ്രോഡക്റ്റ്. ഇപ്പൊ നിങ്ങളുടെ വണ്ടിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് തന്ന പ്രോഡക്ട്സ് എല്ലാം വളരെ ക്ലീൻ ആയിട്ടുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ് ഞങ്ങൾ ഇതിനകത്ത് എടുത്തു തന്നിരിക്കുന്നത്. ഇപ്പൊ ഓറോയുടെ സ്പീക്കേഴ്സ് ആയിരുന്നാലും ഇപ്പൊ മോക്കോയുടെ ബ്രാൻഡ് അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നല്ലൊരു സാധനമാണ്, എല്ലായിടത്തും കിട്ടാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ പ്രോഡക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാം വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ. നമ്മൾ ഇരുന്ന് കണ്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടല്ലേ പ്രോഡക്റ്റ്. ആന്റി ഗ്ലെയർ നമ്മൾ രാത്രി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാടായിട്ട് ലൈറ്റ് ആന്റി ഗ്ലെയർ എന്നാണ് അതിനെ പറയുന്നത്. ലൈറ്റ് കണ്ണിൽ അടിച്ചു കയറും. ഒന്ന്. രണ്ട്, ഉച്ച സമയത്തുള്ള വെയില് ഭയങ്കരമായിട്ട് അടിച്ചു കയറി ഡാഷ് സമയത്തൊക്കെ തൊടുമ്പോ പൊള്ളണ ചൂടായിരിക്കും, അത് ഒഴിവാക്കാൻ പറ്റും. രണ്ട്, നമ്മുടെ വിഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വണ്ടിക്കകത്തെ തണുപ്പ്, നമ്മൾ ഈ സൈഡിൽ ചെയ്ത കൂളിംഗ് ഗാർവേറിന്റെ കൂളിംഗ് ആണ്. ഈ ഗാർവേറിന്റെ കൂളിംഗും ഇതും മിക്സഡ് ആയിട്ട് മൊത്തം ചെയ്തിട്ട് ശരിക്കും ഒരു വണ്ടിയിൽ കാര്യമുള്ളൂ. പിന്നെ ചേട്ടാ ഗവൺമെന്റിന് ഇതില് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് ഉണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ റൂൾ എന്ന് പറയുന്നത് നമ്മളെ വണ്ടിക്ക് അകത്തോട്ട് കാണണം. ഈ ഗ്ലാസ്സിൽ കൂടി ഒരാൾ പുറത്തു നിന്ന് നോക്കിയാൽ ഈ ഗ്ലാസ്സിൽ കൂടി അപ്പുറത്തെ ഗ്ലാസ്സിന്റെ പുറത്ത് നിൽക്കുന്ന ഒരാളുടെ മുഖം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ അതാണ് ഒട്ടിച്ചിരിക്കുന്നത്. ലൈറ്റ് ഫിലിമാണ് ഈ ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ മുഖം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ചൂട് കയറൂല. നമ്മൾ അതുപോലത്തെ പ്രോഡക്റ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ വില കുറഞ്ഞ പ്രോഡക്ട്സ് തപ്പി നടക്കേ ചെയ്യരുത്. വില കുറഞ്ഞ പ്രോഡക്റ്റ് ഇഷ്ടം പോലെ മാർക്കറ്റിൽ കിട്ടും, അത് ബ്രാൻഡഡ് ആയിരിക്കില്ല. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്ന ഇതിനകത്ത് സാൻസുയുടെ DVR ആണ്. DVR കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളാണ് വണ്ടി എടുത്തോണ്ട് പോകുന്നെന്ന് വിചാരിച്ചോ. സപ്പോസ് ഇപ്പൊ വണ്ടി പഠിച്ച് നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോവാണ്, ലൈസൻസ് ഒക്കെ കിട്ടി നിങ്ങൾ എടുത്തോണ്ട് പോവാണ്. പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരാൾ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ടു. നിങ്ങൾ കൊണ്ടാണ് അയാളെ ബാക്കിൽ ഇടിക്കുന്നത്. ബാക്കിൽ ഇടിച്ച വണ്ടിക്കാണ് കുറ്റം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഇരിക്കുകയാണ്. അയാൾ ശ്രദ്ധിക്കാതെ സഡൻ ആയിട്ട് ബ്രേക്ക് പിടിച്ചതുകൊണ്ടാണ് എനിക്ക് കൺട്രോൾ തെറ്റിക്കൊണ്ടുപോയി തട്ടിയത്, ഇല്ലേ? നമുക്ക് അതിനകത്ത് നിന്ന് റെക്കോർഡിംഗ് എടുത്ത് കാണിക്കാൻ പറ്റുമോ ഇല്ല? ആ സാധനം ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ എവിഡൻസ് അല്ലേ ഇതിപ്പം കോർട്ടിൽ എവിഡൻസ് ആണ്. DVR വരുന്ന ക്യൂബോ, സാംസങ് ഇങ്ങനത്തെ ബ്രാൻഡഡ് കമ്പനീസിന്റെ DVR റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങൾ കോർട്ടിൽ ഇപ്പോൾ എവിഡൻസ് ആയിട്ട് എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ആ സാധനം പറയാം, വണ്ടിക്ക് മസ്റ്റ് പ്രോഡക്റ്റ് ആണെന്ന്. നിങ്ങളിവിടെ വന്നപ്പോ തന്നെ ഇവിടെ ഒരു ഗ്യാൻവിറ്റയുടെ പണി ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കയറി ഇരുന്ന് നോക്കി, ഒരു പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ അതിനകത്തുണ്ടായിരുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്. അകത്തിരുന്ന് നമ്മൾ ഒരു സിനിമ എങ്ങനെ കാണുന്നു അത് സെയിം സൗണ്ട് എഫക്റ്റ് അത് ചെയ്ത് എല്ലാ ഡാമിങ് എല്ലാം കംപ്ലീറ്റ് ആയ വണ്ടിയാണ്, ഒന്നും പറയാനില്ല. ഈ പാട്ട് കേൾപ്പിക്കുകയല്ല നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, പാട്ടിനെ ആസ്വദിപ്പിക്കുക. കേൾക്കുന്നത് ഒന്ന്, ആസ്വദിക്കുന്നത് ഒന്ന്. ഞങ്ങളുടെ കോൺസെപ്റ്റ് അതാണ്, പാട്ടിനെ ആസ്വദിപ്പിക്കുക. പാട്ട് ആസ്വദിച്ചാലേ ശരിക്കും നമുക്കത് കൂടുതൽ നേരം കേൾക്കാൻ തോന്നുള്ളൂ, ഇല്ലേ? ചുമ്മാ കേട്ടാൽ നമ്മൾ കുറച്ചു നേരം കേട്ടിട്ട് കളഞ്ഞിട്ട് പോകും. നമ്മൾ ആസ്വദിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഫീൽ ചെയ്ത് വീണ്ടും കേട്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ ചെയ്യുന്നത് ആസ്വദിപ്പിക്കുകയാണ്. അത് ഞങ്ങൾ തരാം, ഉറപ്പ്. കാശ് ചെലവാക്കണം. ഇതിലെല്ലാത്തിലും ഉപരി ഞാൻ പറയാം, നമ്മൾ ഈ ഒരു കുറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനകത്ത് ചെയ്ത് കൂട്ടാൻ നമുക്ക് മാജിക്കിന്റെ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മൾ മജീഷ്യൻ അല്ലല്ലോ. നമ്മൾ പറയുന്ന പ്രോഡക്റ്റ് കുറെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് നിങ്ങൾ ക്വാളിറ്റി ആക്കി തരാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല. എന്നാൽ എനിക്ക് പണി അറിയാം. ഞാൻ ഇവിടെ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ പിള്ളേർക്കും അതുപോലെ ട്രെയിൻഡ് ആണ് ഓരോ സ്റ്റാഫുകൾ. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എന്തുവാ, നമ്മുടെ സ്റ്റാഫുകളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തുവാണ്? ക്ലാസ് ആയിട്ട് അവർ ഡീൽ ചെയ്യും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും പറയണം എന്റെ അടുത്ത്. ഇല്ലല്ല, നമുക്ക് ഇതുവരെ നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ അവർ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അതെ, ഞങ്ങൾ നീറ്റ് ആയിട്ട് ഓരോരുത്തർക്കും ഓരോ വർക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതേ അവർ ചെയ്യുള്ളൂ. ഇപ്പൊ ഒരാളെ കൊണ്ട് കംപ്ലീറ്റ് പണിയും ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ പോലെ അല്ല നമ്മൾ. അയാൾക്ക് ആ വർക്കാണ്, ആ വർക്ക് അയാൾ ചെയ്താൽ മതി, അപ്പോഴാണ് അതിന്റെ പെർഫെക്ഷൻ വരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം പോകുന്നത്. ആ സിസ്റ്റത്തിൽ കൂടെ ഓടുമ്പോൾ ഇപ്പൊ ആ പച്ചവണ്ടി അത് ഡാമ്പിങ്ങിന് വന്നതാ. അത് ഡാമ്പ് ഇപ്പൊ നിങ്ങളെ വണ്ടിയിൽ ഡാമ്പിങ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഡാമ്പ് ചെയ്യുന്ന ആളായിരിക്കും ഇതിൽ വന്ന് ഡാമ്പ് ചെയ്യുന്നത്. ഈ വയറിംഗ് ചെയ്യുന്ന ആളല്ല അതിൽ പോയി വയറിംഗ് ചെയ്യുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. നമ്മുടെ വർക്ക് ഈ ബാക്കിയുള്ളതിൽ നിന്നും വ്യത്യാസപ്പെടാൻ കാരണം അതാണ്. ഞങ്ങള് ഓരോ സെക്ഷനിലും ട്രെയിനിങ് കൊടുത്താണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ചുമ്മാ ഒരാളെ വിളിച്ചു വരുത്തി വെറുതെ പണിയിടാന്ന് പറഞ്ഞിട്ട് പറ്റി ഈ അടിച്ചടിച്ച് പണി ചെയ്യിപ്പിക്കുകയല്ല. ആ സെക്ഷനിൽ നന്നായിട്ട് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി ഒരു കസ്റ്റമർ വന്നാൽ അവരെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത്. സ്ഥാപനം ഫാൽക്കൺ കോർണർ ഞങ്ങളുടെ സ്ഥാപനം തേടി വന്ന അവര് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ, അവരുടെ ഇഷ്ടപ്രകാരം അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തു തരാണ്.
അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഞങ്ങളുടെ വർക്ക് അവർ അത്രത്തോളം ഹാപ്പി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് അവരിന്ന് വീഡിയോ എടുത്തു തരാൻ സന്നദ്ധരായതും. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരിക. ഫാൽക്കൺ കോർണറിൽ നിങ്ങൾ നേരിട്ട് വരിക. ട്രിവാൻഡ്രത്താണ് ഞങ്ങളുടെ സ്ഥാപനം വന്നിട്ട്. തിരുവനന്തപുരത്ത് അമ്പലത്തറ മിൽമ ഡയറിക്ക് നേരിയ ദൃശ്യമാണ്. ഫാൽക്കൺ കോർണർ ആക്സസറീസ് ആൻഡ് ട്രേഡിംഗ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്. ഓരോ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് നിങ്ങളിപ്പോൾ ചെയ്യാനല്ലെങ്കിലും നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ വണ്ടിയുണ്ട്. ഇതിപ്പോ ഒരു ഫുള്ള് ഡാമ്പ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു എസ്ക്രോസ് ആണ്. ഇപ്പൊ ഏകദേശം ഉണ്ടാവും ഇതിന്റെ സൈഡ് ഡോറ്, ഇതിന്റെ 4 ഡോറ്, അതുപോലെ ഡിക്കിയുടെ സ്പേസ്, പിന്നെ ഇപ്പോഴത്തെ 4 ഡോറ്, അതുപോലെ തന്നെ ഇത് ഫ്ലോറിൽ വരെ ഇതിൽ ഡാമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പകുതി ഫ്ലോറോളം ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി പകുതികൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റൂഫിലും ഇനിയിപ്പം ഡാമ്പിങ് വരുന്നുണ്ട്. ഇതൊരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന ഒരു വണ്ടി എന്നാണ് പറഞ്ഞത്. ഇതൊരു മാരുതി സുസുക്കി എസ്ക്രോസ് ആണ്. അപ്പം അത്രത്തോളം ഡാമ്പിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം നമുക്കും ഇതേപോലെ ഒരു ഡാമ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ചേട്ടാ, ഈ വണ്ടി ഡാമ്പ് ചെയ്തോണ്ടിരിക്കുന്നത് നോക്കിയായിരുന്നു. അപ്പൊ ഇതെന്തോ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് വന്നില്ലേ? എന്ത് കോമ്പറ്റീഷനാ? എമ്മ കോമ്പറ്റീഷൻ എന്നാണ്. എമ്മ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ മൊബൈൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ, അത് വേൾഡ് വൈഡ് ആണ്. അതിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിപ്പോഴ് അടുത്തത് നമ്മുടെ ചെന്നൈയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് വെച്ചിട്ട് വരാൻ പോകുന്നുണ്ട്. ഒരു 4 മാസത്തിനകത്ത് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനത്തിനെ ഒന്ന് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഐഡിയ നമ്മുടെ ആദ്യം ഇല്ലായിരുന്നു. ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുള്ള അല്ലാണ്ട് ഒരു വണ്ടി ഇത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഒരു കോൺഫിഡന്റ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള. മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? മുന്നേ ഞങ്ങള് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് വണ്ടി നമ്മൾ കൊണ്ടുപോയിട്ടില്ല. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ ഒരു വണ്ടി കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം എന്തായാലും പങ്കെടുക്കുക എന്നുള്ളത്, അതായത് നമ്മുടെ സിനിമയിലൊക്കെ ഓസ്കാർ കിട്ടുന്ന പോലെയാണ് നമ്മുടെ ഈ കാർ ഓഡിയോ സെക്ഷനിൽ. അതിന് നോക്കിയാൽ യൂട്യൂബിനകത്ത് എന്തെങ്കിലും കയറി നോക്കി കഴിഞ്ഞാൽ എമ്മ കോമ്പറ്റീഷൻ എന്താണെന്നുള്ളതൊക്കെ അതിനകത്ത് കാണാം. അതിനകത്ത് വണ്ടിക്കകത്ത് എങ്ങനെയാണ് ഒരു ഓഡിയോ ഡിസൈൻ ചെയ്യണത് എന്നുള്ള കുറെ പാറ്റേണുകളൊക്കെ ഉണ്ട്, കുറെ റൂളൊക്കെ ഉണ്ട്. അതിന്റെ വയറിങ്ങിന്റെ സേഫ്റ്റി, പിന്നെ വയറിങ്ങിന്റെ ക്വാളിറ്റി, പ്രോഡക്റ്റിന്റെ അവർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ, അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. നമ്മുടെ സിനിമയിൽ ഓസ്കാർ എന്ന് പറഞ്ഞ പോലെയാണ് കാർ ഓഡിയോയിൽ എമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാടധികം കോമ്പറ്റീഷൻ ഉണ്ട്. സേക്ക എന്ന് പറഞ്ഞിട്ട് വേറൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെ കുറെ അധികം കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് എമ്മ. എമ്മന് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓസ്കാർ കിട്ടിയത് പോലെയാണ്. തീർച്ചയായിട്ടും അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മുകളിലോട്ട് കയറി വരും. താങ്ക് യു. ഇപ്പൊ ഇത് ഡാഷ് ക്യാമിന്റെ സംഭവങ്ങളൊക്കെ ഫോണിലും കൂടെ പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈഡ് ബീഡിംഗ് ആണ്. നമുക്ക് ഡോറിന്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഫ്ലോർ മാറ്റിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞിപ്പോൾ നമ്മൾ വർക്കിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ഫൈനലി സീറ്റ് കവറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം സമയം രാത്രി 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ലാസ്റ്റ് അവർ സീറ്റും കൂടെ സെറ്റ് ചെയ്ത് തരുവാണ്. ഇതോടുകൂടി നമ്മുടെ വർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റഡ് ആയി. ഇനി നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കാറിന്റെ ഫുൾ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ സ്പീക്കർ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി എല്ലാം ഓക്കെയാണ്. നമ്മൾ അത്രയും 100% സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് ഉള്ള ഉള്ളിൽ നല്ലൊരു റിസൾട്ട് കിട്ടിയത്. അത് തന്നെയാണ് നമ്മൾ സാധാരണ ഇവിടെയുള്ള എല്ലാ കസ്റ്റമർക്കും കൊടുക്കുന്ന ഇൻഫർമേഷൻ. അത് നമ്മുടെ എന്താണ് നമ്മുടെ ബഡ്ജറ്റ്, അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഇതിന്റെ രീതി. അപ്പൊ അത് പരമാവധി നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കുറെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനും പറ്റി, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയാനും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞു തരും ചെയ്തിട്ടുണ്ട്. ശരി, അത് തന്നെയാണ് നമ്മുടെ ഒരു ഇത്. തീർച്ചയായിട്ടും ഒരുപാട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരുപാട് തെറ്റിദ്ധാരണ ഉള്ളൊരു മേഖലയാണ്. അപ്പൊ അതിനെ പരമാവധി നമ്മുടെ കസ്റ്റമറെങ്കിലും പരമാവധി ആ ഒരു പാറ്റേൺ ഇത് മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് അതിന്റെ വാറന്റി കാർഡിനാണ്. വാറന്റി കാർഡ് ഇത് മോപ്പോടെ, ഇത് 2 വർഷമാണ് ഇതിന്റെ വാറന്റി. സ്റ്റീരിയോ ഉള്ളത്. ഇത് മോപ്പോടെ ക്യാമറ 1 ഇയർ വാറന്റിയാണ്. ഇത് കോയാക്സിൽ സ്പീക്കർ 1 ഇയർ വാറന്റിയാണ്. ഇത് റിയറിൽ വെച്ച
കമ്പൗണ്ട് സ്പീക്കർ ഉണ്ട്, ഇത് സാംസങ് DBR ഉണ്ട് ബ്രാൻഡുകൾ. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു ചെറിയൊരു ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഫുൾ ഷോപ്പ് ഓണറും എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്കൊരു ബൈ പറയാം. ഇതൊക്കെ